ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേർ. ദിനംപ്രതി ഒരുപാട് പേര് മെസ്സേജും അയക്കാറുണ്ട്, ചേച്ചി കടം കൊണ്ട് ജീവിക്കാൻ വയ്യ, എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം കടം തീരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറച്ച് വഴികളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുമോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാൽ പതിയെ പതിയെ നിങ്ങളുടെ കടം കുറഞ്ഞു വരുന്നത് കാണാം. അതായത് നമുക്ക് ധനവരവുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ധനവരവുണ്ടായാലല്ലേ നമുക്ക് നമ്മുടെ കടം കൊടുത്തു തീർക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ധനവരവുണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ. നമ്മൾ ഇത് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കടവും കുറയും. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത് 2 ഗ്രഹങ്ങളാണ്. അതായത് ചന്ദ്രനും ചൊവ്വായും. ഈ 2 ഗ്രഹങ്ങളും നമുക്ക് ദോഷസ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കടം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഗ്രഹങ്ങളെയും ദോഷത്തിൽ നിന്നും മാറ്റി നമുക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു മനുഷ്യൻ കടം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്നൊരു സമയമാണ്, അവൻ്റെ ജാതകത്തിൽ ചൊവ്വായും ചന്ദ്രനും ദോഷമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യനിൽ കാണുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരുമായിട്ടും സഹകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുകയില്ല, ആരോടും ഒത്തുപോകാനും പറ്റുകയില്ല. ഒറ്റപ്പെട്ട ജീവിതം നയിക്കാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ, അമ്പലങ്ങളിൽ പോകാൻ, പൂജകൾ ചെയ്യാൻ, എന്തിനും ഒരു നാമം ഉച്ചരിക്കാനോ ഒന്ന് കൈകൂപ്പി തൊഴാനോ വരെ അങ്ങനെയുള്ളവർക്ക് മടിയായിരിക്കും. അതുമാത്രവുമല്ല, വയറ്റിലുള്ള പ്രശ്നങ്ങൾ, അതായത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, വയറുവേദന, പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ മറ്റ് രീതിയിലുള്ള വയറ്റിലെ പ്രശ്നങ്ങൾ, ഈ ഒരു ചന്ദ്രനും ചൊവ്വായും ദോഷമായിട്ടിരിക്കുന്ന കടം അധികമുള്ളവരിൽ കണ്ടുവരുന്ന ചില ഗുണങ്ങളാണ് ഇവയൊക്കെ. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ചന്ദ്രൻ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ചൊവ്വ ഉച്ചനിലയിലാണ് എന്നുള്ളതുമാണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചൊവ്വയെ ശാന്തപ്പെടുത്തണം, ചന്ദ്രനെയും ശാന്തപ്പെടുത്തണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചന്ദ്ര ചൊവ്വ ശാന്തപ്പെടുത്തുക, ധനവരവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാലക്ഷ്മിയെ നമ്മൾ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശുക്രവശ്യം ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞ് പൂജകളൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നട്ടുച്ചയ്ക്ക് വെയിലിൽ ജോലി ചെയ്യുന്നവർ, അതായത് വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, വെയിലത്ത് നിന്ന് കെട്ടിടം പണി ചെയ്യുന്നവർ, തൂക്കുന്നവർ, റോഡിൽ ജോലി ചെയ്യുന്നവർ, അതായത് ഈ മാങ്ങായും ആപ്പിളും ഒക്കെ നമ്മൾ റോഡ് സൈഡിലിരുന്ന് വിൽക്കുന്നവർ, പച്ചക്കറികളായാലും അങ്ങനെയുള്ളവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെള്ളം, പാനകം, മോര് പോലെയുള്ളവ ദാനം ചെയ്യണം. എല്ലാ ചൊവ്വാഴ്ചയും പറ്റിയാൽ 1 കുപ്പി വെള്ളമെങ്കിലും അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്ക് നമ്മൾ കൊടുക്കണം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരത് കഴിക്കുമ്പോൾ അവർക്കൊരു കുളിരുണ്ടാകും. അതുവഴി നമ്മൾ ആരാണോ കൊടുത്തത് അവരുടെ ജാതകത്തിലെ ചൊവ്വാഗ്രഹവും കുളിരണിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. ഇനി അതുമാത്രവുമല്ല, ചന്ദ്രഭഗവാന് വഴിപാട് ചെയ്യണം. എല്ലാ പൗർണമികളിലും നിങ്ങളോട് ഞാൻ പറയുന്നതാണ്, ബാൽക്കണിയിലോ എവിടെ നിന്നാലാണോ പൗർണമി ദിവസം ചന്ദ്രനെ കാണാവുന്നത്, ചന്ദ്രഭഗവാന് ചന്ദ്രപ്പൊങ്കാല ഇടാൻ പറ്റുമെങ്കിൽ അതും സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ പറ്റിയില്ല എങ്കിൽ പോലും അർഘ്യം കൊടുത്ത് ചന്ദ്രന് നെയ്ദീപം കൊണ്ടൊരു ആരതി എടുത്ത് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കടം കുറയാനായിട്ട് ഒരുപാട് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും. ഇനിയുള്ള അടുത്ത കാര്യമെന്ന് പറയുന്നത് പശു, ആന, കുതിര, ഈ മൃഗങ്ങൾക്ക്, അതായത് ഈ മൃഗങ്ങളൊക്കെ ഉള്ളത് വലിയ വലിയ ക്ഷേത്രങ്ങളിലായിരിക്കും. ദൈവിക ആകർഷണം കൂടുതലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലായിരിക്കും പശു, ആന, കുതിര ഇവയൊക്കെ വളർത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി, അതും പോകുന്നത് അശ്വതി അല്ലെങ്കിൽ അനിഴം നക്ഷത്രം. കാരണം നിങ്ങൾക്കറിയാം, മൈത്രേയ മുഹൂർത്തം വരുന്നത് അശ്വതി അനിഴം നക്ഷത്രങ്ങളിലാണ്, കടമടയ്ക്കാൻ ഏറ്റവും നല്ല നക്ഷത്രം. അപ്പം ഈ 2 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിങ്ങൾ പശുവിനെയും ആനയെയും കുതിരയെയും വളർത്തുന്ന ക്ഷേത്രങ്ങളിൽ പോയി അവയ്ക്ക് ഭക്ഷണം ദാനം ചെയ്യുക. ആന എന്ത് കഴിക്കുന്നു, പശു എന്ത് കഴിക്കുന്നു, കുതിര എന്ത് കഴിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പം നിങ്ങൾക്ക് 3 പേർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും
ഇവയിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യമാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരുന്ന ശുക്രഹോര സമയത്ത് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. കൊളുത്തി വെച്ചതിന് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ ഒരു ഗ്ലാസ്സിൽ കുടിക്കാനുള്ള ജലവുമായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. ആ വെള്ളം വെറുതെ പാഴാക്കി കളയരുത്. അതുകൊണ്ട് അവനവന് കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ. അതിലോട്ട് കുങ്കുമപ്പൂവ് ആഡ് ചെയ്യണം. വേറൊരു ഓപ്ഷനുമില്ല, ഒരുപാടൊന്നും വേണ്ട. ഒരേ ഒരു സ്റ്റാൻസ കുങ്കുമപ്പൂവ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കടങ്ങളൊക്കെ തീരണമെന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ച് ആ ഒരു വെള്ളം മുഴുവൻ നമ്മൾ കുടിക്കുക. ഇതും കൂടിയിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യണം. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഓടുന്ന പുഴ അല്ലെങ്കിൽ കടലിൽ, ഇപ്പം നിങ്ങളുടെ വീടിനടുത്ത് ചെറിയ തോട്, വെള്ളം കെട്ടി നിൽക്കുന്നതാവരുത്, ഒഴുകുന്ന പുഴയായിരിക്കണം. ആ ഒഴുകുന്ന പുഴ, കടൽ, കായൽ ഇവയിൽ സിന്ദൂരം വെള്ളത്തിൽ കലക്കി വിടുക എന്നുള്ളതാണ്. ഒരു പാക്കറ്റ് സിന്ദൂരം മേടിക്കുക, അതെടുക്കുക. ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതും കൊണ്ട് ആ ഒഴുകുന്ന പുഴ, കായൽ, നദി, കടലടുത്തുണ്ടെങ്കിൽ കടലിലാണെങ്കിലും മതിയാവും, അവിടെ ചെന്ന് എൻ്റെ കടം തീരണമെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ആ പാക്കറ്റ് സിന്ദൂരം മുഴുവനായിട്ടും ആ ഒരു വെള്ളത്തിൽ നമ്മൾ കലക്കി വിടണം. ഇതും കടം തീരാനായിട്ട് നമ്മളെ വളരെ പെട്ടെന്ന് സഹായിക്കുന്നതാണ്. ആ ഒരു ജലം എത്ര സ്പീഡിൽ ഒഴുകി പോകുന്നു അത്രയും സ്പീഡിൽ നമ്മുടെ കടവും നമ്മളിൽ നിന്ന് വിട്ടകലും. ഇനിയുള്ള ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, കോടീശ്വര യോഗം ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി ദേവിക്ക് വസ്ത്രവും കുപ്പിവളയും സ്വർണവും പണവും ഒക്കെ നമ്മൾ സമർപ്പിക്കുന്നത്. അത് ചെയ്താലും മതിയാവും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വെള്ളിക്കിണ്ണത്തിൽ വെള്ളി നാണയങ്ങൾ പൂജാമുറിയിൽ വെച്ച് അതിൽ നിന്നും ഓരോ ആഴ്ചയും ഓരോ നാണയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ട് തിരിച്ചതുപോലെ നാണയം കൊണ്ടുവെക്കുക എന്നുള്ളത്. അത് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സമർപ്പണം, അതിലും നമ്മൾ ധനം ഇതുപോലെ തന്നെയാണ് ചിലവഴിക്കുന്നത്. രണ്ടിലേത് ചെയ്താലും നമുക്ക് ധനവരവ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെയുള്ള എല്ലാ മാസത്തിൽ വരുന്ന ചൊവ്വാഴ്ചയും ചെയ്യാവുന്നതാണ്. അതുപോലെ വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് ചെയ്യേണ്ട ആ ഒരു കാര്യവും, അതിനെ മാത്രം നമ്മൾ പീരിയഡ്സ് നോക്കിയാൽ മതി. ബാക്കിയുള്ള ഒരു കാര്യം ചെയ്യുന്നതിനും പീരിയഡ്സും പുലവാലായ്മയും ഒന്നും നമുക്ക് ബാധകമല്ല. അതായത് വെയിലിൽ ജോലി ചെയ്യുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത്, അതുപോലെ തന്നെ പുഴയിൽ അല്ലെങ്കിൽ കടലിൽ സിന്ദൂരം കലക്കി വിടുന്നത്, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾക്ക് പീരിയഡ്സും പുലവാലായ്മയും ഒന്നും നോക്കേണ്ട. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കടം തീരാനായിട്ട് നമ്മൾ ആദ്യം ധനവരവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യം നോക്കേണ്ടത്. അത് മാത്രവുമല്ല, ചന്ദ്രനെയും ചൊവ്വയെയും നമ്മുടെ ജാതകത്തിൽ നല്ല ഗുണത്തിൽ എത്തിക്കുക എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്ര കടമുണ്ടെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും പടിപടിയായിട്ട് ആ കടങ്ങൾ കുറഞ്ഞു വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് ആനയെയും കുതിരയെയും പശുവിനെയും ഒക്കെ വളർത്തുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ദിവസങ്ങൾ, അതായത് അശ്വതി അനിഴം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവിടെ പോയി അവർക്ക് ദാനം ചെയ്യാവുന്നതുമാണ്. എല്ലാ രീതിയിലും നമ്മുടെ കടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടുന്നതുമായിരിക്കും. എല്ലാവരും കഴിയുന്നതും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.